നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. അതിന് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നുമില്ല. പക്ഷെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് റോമിന്റെ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസർ ഈ പിയാസ അരച്ചേലിയിലായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായത്. ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നു എന്നുള്ള ഒരു സ്വപ്നം അദ്ദേഹത്തിന് ലഭിക്കുകയും തുടർന്നാണത്രേ അദ്ദേഹം സെൻസസ് എടുക്കാനായിട്ട് തൻ്റെ അധികാരത്തിന് കീഴിലുള്ള എല്ലാവരുടെയും കണക്കെടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്ന ആ സ്വപ്നത്തിന് ശേഷമാണെന്നാണ് ഒരു ഐതിഹ്യം. ഇവിടുത്തെ ഇറ്റലിയിലെ അമ്മച്ചിമാർ, വല്യമ്മച്ചിമാരൊക്കെ കൊച്ചുമക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ അരാച്ചേലി എന്ന പദം അങ്ങനെയാണ് ഉണ്ടായതത്രേ. ആ പദത്തിന്റെ അർത്ഥം സ്വർഗത്തിന്റെ അൾത്താര അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അൾത്താര മേശ എന്നാണ് ഈ അരാച്ചേലി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ആ പിയാസയിൽ വെച്ചാണ് ചരിത്ര പ്രസിദ്ധമായ കാപ്പിറ്റോളിയൻ ഹിൽസിലേക്ക് കയറുന്ന അവിടെ വെച്ചാണ് റോമിന്റെ മേയർ ലയോ 14 മാർപ്പാപ്പയെ സ്വീകരിക്കുന്നതും റോമ നഗരത്തിന് അദ്ദേഹത്തോടുള്ള സ്നേഹവും അഭിവാദനങ്ങളും അർപ്പിക്കുന്നത്. തുടർന്നാണ് ജോർജി പറഞ്ഞതുപോലെ തന്നെ മാർപ്പാപ്പ ജോൺ ലാട്രൻ ബസിലിക്കയിലേക്ക് പോകുന്നത്. അത് നമുക്കറിയാം, ഏറ്റവും റോമിന്റെ മെത്രാൻ കൂടിയാണ് മാർപ്പാപ്പ. ഒരാൾ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ലോകം ആകസകലമുള്ള കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ ആത്മീയ ഉത്തരവാദിത്വമാണ് ആ വ്യക്തി ഏറ്റെടുക്കുന്നത്. അത് വളരെ ഘനമുള്ള ഭാരമുള്ള ഒരു ഉത്തരവാദിത്വമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ആ ഉത്തരവാദിത്വം സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം കണ്ണീരിന്റെ മുറി എന്ന് പറയുന്ന വിലാപങ്ങളുടെ മുറിയിലേക്ക് പോകുന്നതെന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അങ്ങനെ ഒരാൾ മാർപ്പാപ്പയായി സ്ഥാനമേറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിക്ഷിപ്തമാകുന്ന ഏറ്റവും അടുത്ത ഉത്തരവാദിത്വങ്ങൾ എന്ന് പറയുന്നത് റോമിലെ 4 പേപ്പൽ ബസിലിക്കകളുടെ ഉത്തരവാദിത്വമാണ്. ഇതിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക വത്തിക്കാനിൽ തന്നെയാണ് ഉള്ളത്. ഈ വത്തിക്കാന് പുറത്ത് 3 ബസിലിക്കകളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ മാതാവിന്റെ പേരിലുള്ള മേരി മേജർ ബസിലിക്ക, റോമൻ വാളിന് ഔട്ട്സൈഡ് ദ റോമൻ വാൾ എന്ന് പറയുന്ന റോമിന് പുറത്തുള്ള സെന്റ് പോൾസ് ബസിലിക്ക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ 4 ബസിലിക്കകളിൽ ഒരുപക്ഷെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഏറ്റവും പഴക്കമേറിയ ബസിലിക്കയാണ് വിശുദ്ധ ജോൺ ലാട്രൻ ബസിലിക്ക എന്ന് പറയുന്നത്. അത് റോമൻ രൂപതയുടെ കത്തീഡ്രലാണ്. റോമ രൂപതയുടെ ബിഷപ്പിന്റെ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്ന സിംഹാസനം സ്ഥിതി ചെയ്യുന്ന കത്തീഡ്രലാണ് ഈ ജോൺ ലാട്രൻ ബസിലിക്ക. അവിടേക്കാണ് ഇന്ന് ലയോ 14 മാർപ്പാപ്പ കടന്നു വരുന്നതും പ്രതീകാത്മകമായി തന്റെ രൂപതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നതും. അതേ തുടർന്നാണ് അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള മേരി മേജർ ബസിലിക്കയിൽ, ഇപ്പൊ ആ മേരി മേജർ ബസിലിക്കയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടി ഉണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നതും മേരി മേജർ ബസിലിക്കയിലാണ്. അവിടേക്കാണ് ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി ലയോ 14 മാർപ്പാപ്പ കടന്നു വരുന്നതും തന്റെ ഉത്തരവാദിത്തം മുഴുവൻ പരിശുദ്ധ അമ്മയെ ഭരമേൽപ്പിക്കുന്നതും. ഇത്രയുമാണ് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ജോർജി. ഓക്കെ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ ലാട്രൻ ബസിലിക്ക, അത് മാർപ്പാപ്പമാരുടെ ഒരു പാസ്റ്ററൽ മിനിസ്ട്രി, അവരുടെ ഒരു പാസ്റ്ററൽ അതോറിറ്റി, അതിൻ്റെ വലിയൊരു അടയാളം കൂടിയല്ലേ ഈ ലാട്രൻ ബസിലിക്ക. നമുക്കറിയാം സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക മാർപ്പാപ്പമാർ കാർമ്മികത്വം വഹിക്കുന്ന ലിറ്റർജിക്കൽ സെലിബ്രേഷൻ, വത്തിക്കാനിൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ നടക്കുന്ന ബസിലിക്കയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. മറു സൈഡിൽ മാർപ്പാപ്പമാരുടെ ഒരു പാസ്റ്ററൽ അതോറിറ്റിയുടെ വലിയൊരു അടയാളപ്പെടുത്തലല്ലേ ഈ ലാട്രൻ ബസിലിക്ക നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? അതെ, തീർച്ചയായിട്ടും അതെ. നമ്മുടെ മാർപ്പാപ്പമാരൊക്കെ എഴുതുന്ന കത്തുകളുടെ അടിയിലെ ഒപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം, അത് ജോൺ ലാട്രൻ ബസിലിക്കയിൽ നിന്നും മാർപ്പാപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒപ്പുകളൊക്കെ വരുന്നത് തന്നെ. അപ്പൊ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ഇടയധർമ്മത്തെ സൂചിപ്പിക്കുന്ന ഒരു അധികാര കേന്ദ്രമാണ് ഈ ജോൺ ലാട്രൻ ബസിലിക്ക എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ റോമിലെ എന്നല്ല, കത്തോലിക്ക സഭയിലെ തന്നെ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ ജോൺ ലാട്രൻ ബസിലിക്ക. പ്ലാസിയൂസ് ലാറ്ററനൂസ് എന്ന വ്യക്തിയുടെ സ്വത്ത് നീറോ ചക്രവർത്തി വാങ്ങിയ സ്ഥലത്താണ് ഈ ലാറ്ററൻ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ആ കുടുംബത്തിന്റെ പേര് ലാറ്ററനൂസ് എന്നായിരുന്നു. അതുകൊണ്ടാണ് ലാട്രൻ എന്ന പേര് അതിൽ നിന്നാണ് ഉണ്ട്. പിന്നീട് ഈ ചക്രവർത്തിയുടെ പിൻഗാമിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിക്കുകയും അദ്ദേഹം പിന്നീട് മാർപ്പാപ്പയ്ക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത്. ഈ സ്ഥലം ഒരു ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് പണിയേൽപ്പിച്ചു കൊടുത്തത്. AD 324 സിൽവസ്റ്റർ 1 മാർപ്പാപ്പയാണ്
ഈ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ചത്. അങ്ങനെ നോക്കിയാൽ 1700 വാർഷികമാണ് ഈ കഴിഞ്ഞ ജോൺ ലാട്രൻ ബസിലിക്കയുടെ വാർഷികം കഴിഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയത്തിലേക്കാണ്